ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബാലരമ ചാനൽ ചെയ്താലോ? ഒട്ടുമിക്ക 90s കിഡ്സിൻ്റെയും വായനാശീലം വളർത്തിയെടുത്തതിൽ ബാലരമയുടെ പങ്ക് ചെറുതൊന്നുമല്ല. ബാലരമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് മായാവിയായിരിക്കും. മായാവി എന്ന ചെറുകഥ എത്രത്തോളം വലിയ മോട്ടിവേഷനായിരുന്നു തന്നുകൊണ്ടിരുന്നതെന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നു. ഓരോ തവണയും കൃത്യമായ പ്ലാനിങ്ങോടെയും പ്രതീക്ഷയോടെയും നടത്തുന്ന കാര്യങ്ങൾ പരാജയപ്പെടുമ്പോൾ അതേ ശുഭാപ്തി വിശ്വാസത്തിൽ വീണ്ടും അതിനെ നേരിടുന്ന ഡാക്കിനിയും ലുട്ടാപ്പിയും ഫുട്ടോസിനൊന്നും തന്ന അത്രയും മോട്ടിവേഷൻ ഇന്ന് ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക് നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ ശിക്കാരി ശംഭുവും. ഓരോ തവണയും ഓരോ അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ആൾ നന്നായെന്ന്. അടുത്ത തവണ അതിലും വലിയ പ്രശ്നമായിട്ട് പുള്ളി വീണ്ടും വരും. കളറിങ് ചെയ്യാനും പദപ്രശ്നം പൂരിപ്പിക്കാനും മുയൽക്കുട്ടിന് വഴി കാണിക്കാനും ഒക്കെയായി നമ്മൾ കാത്തിരുന്ന എത്ര വെള്ളിയാഴ്ചകളല്ലേ. ബാലരമയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥയും കഥാപാത്രവും ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.